നമസ്കാരം. കേരളത്തിലെ ശരാശരി ശമ്പളം പരിഗണിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടേത് മികച്ച ശമ്പളമാണ്. എന്നാൽ അവർ നന്നായി പണിയെടുക്കുന്നുണ്ട്. മിക്കവരും, പ്രത്യേകിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, IAS-കാർക്കൊക്കെ 2 ലക്ഷമോ 2.5 ലക്ഷം രൂപയോ ശമ്പളമുള്ളൂ. അത് കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സർക്കാർ ഡോക്ടർമാർക്ക് ഒരു കുറഞ്ഞത് 5 ലക്ഷം രൂപ ശമ്പളം കൊടുക്കണമെന്നാണ് എൻ്റെ നിലപാട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാന്യമായ ശമ്പളം കൊടുക്കേണ്ടതാണ്. പക്ഷേ കേരളത്തിലെ മറ്റുള്ളവരുടെ ശമ്പളം വെച്ച് നോക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അധികം ആനുകൂല്യങ്ങളുണ്ട്. ശമ്പളം കൂടുതലാണ് എന്ന് പറയാൻ പ്രയാസമാണ്. പക്ഷേ ഇവരുടെ ആനുകൂല്യങ്ങൾ കടന്ന കൈയാണ്. ഇവർക്ക് വർഷത്തിൽ പകുതിയോളം അവധിയാണ് ശമ്പളത്തോടുകൂടി. പലതരത്തിൽ വീക്കിലി ഓഫ് മാത്രമല്ല, മറ്റ് സർക്കാർ അവധികൾ മാത്രമല്ല, ഏൺഡ് ലീവ്, പെയ്ഡ് ലീവ്, കാഷ് ലീവ്, സിക്ക് ലീവ് എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ എല്ലാ അവധിയും കൂടെ കൂട്ടിയാൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പലപ്പോഴും പകുതിയോളം അവധി കിട്ടും. ഇവരുടെ പെൻഷൻ അതിര് കവിഞ്ഞതാണ്. വാസ്തവത്തിൽ പണിയെടുക്കുമ്പോൾ ശമ്പളം കൊടുത്താൽ മതി, പക്ഷേ അതിനപ്പുറത്തേക്ക് പെൻഷനാണ്. സർക്കാരിൻ്റെ വരുമാനത്തിൽ 72% ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളവും റിട്ടയർ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷനും, ഇവർക്ക് ഈ പെൻഷനും ശമ്പളവും കൊടുക്കാൻ വേണ്ടിയുള്ള പലിശയുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ ധവളപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് 3.5 കോടിയോളം വരുന്ന കേരള ജനസംഖ്യയിലെ കേവലം 5 ലക്ഷം ആളുകൾക്ക് വേണ്ടിയാണ് 72% വിഭവങ്ങളും ഉപയോഗിക്കുന്നത്. ഇതാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജനങ്ങൾക്കുള്ള വിരോധത്തിൻ്റെ കാരണം. അതേസമയം സർക്കാർ ഉദ്യോഗസ്ഥരിൽ പട്ടിപ്പണിയെടുക്കുന്ന മനുഷ്യരുണ്ട്, പ്രത്യേകിച്ച് ഓഫീസർമാർ. സ്വകാര്യ മേഖലയിലാണ് ഇവർ പണിയെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇരട്ടി ശമ്പളം അവർക്ക് കിട്ടുമെന്നത് മറക്കരുത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ പണിയെടുക്കാതെ ശമ്പളം വാങ്ങുന്നത് കൊണ്ട്, അവർ യൂണിയൻ പ്രവർത്തനം നടത്തുന്നത് കൊണ്ട്, അവർ യൂണിയൻ്റെ പേരിൽ ഉത്തരവാദിത്വം നിറവേറ്റാത്തത് കൊണ്ട് ജനങ്ങൾക്ക് ഇവരോട് വിരോധമാണ്. മഹാഭൂരിപക്ഷം സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഈ ഇടത് യൂണിയൻ്റെ ഭാഗമാണ്. പ്രധാനമായും 2 സംഘടനകളാണുള്ളത്: NGO അസോസിയേഷനും KGOA-യും. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ KGOA, ഗസറ്റഡ് റാങ്ക് മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർ; NGO അസോസിയേഷൻ, നോൺ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ. ഈ 2 വിഭാഗത്തിൽപ്പെടും സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിഭാഗം പേരും. CPM ഒരു തൊഴിലാളി പാർട്ടിയാണ് എന്ന് കരുതുന്നത് കൊണ്ട്, അവർക്കാണ് കൂടുതൽ അഗ്രസീവ്നെസ് ഉള്ളത് കൊണ്ട് മിക്കവരും ഈ സംഘടനകളിലാണ്. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾക്ക് സംഘടനയുണ്ടെങ്കിലും കാര്യമില്ല. കഴിഞ്ഞ 10 കൊല്ലം പിണറായി ഭരണം കൊണ്ട് ഏറ്റവും അധികം വേദന അനുഭവിച്ചത്, ബുദ്ധിമുട്ടിയത് ഇടത് സംഘടനകളായിരുന്നു. അവർക്ക് ശബ്ദമുയർത്താൻ പറ്റില്ല. സർക്കാർ തോന്നിയതുപോലെ തീരുമാനമെടുക്കും. ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പള പരിഷ്കാരം നടപ്പിലാക്കാൻ മടി കാണിക്കും. അവരുടെ പെൻഷൻ കുടിശ്ശിക വരുത്തും, അവരുടെ DA കുടിശ്ശിക വരുത്തും. ഇതിനെല്ലാം സർക്കാർ തടയിട്ടു. ഒരുപക്ഷെ പിണറായി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ കാര്യം ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കുറച്ചൊക്കെ കയറിട്ട് നിയന്ത്രിച്ചു എന്നതാണ്. പക്ഷെ അവർക്ക് പേടിയായിരുന്നു ശബ്ദിക്കാൻ. കാരണം ഇവരുടെ പാർട്ടിക്കാരാണല്ലോ. ഇവർക്ക് ചില വഴിവിട്ട ആനുകൂല്യങ്ങൾ കിട്ടാൻ, പ്രൊമോഷൻ കിട്ടാനൊക്കെ അവർക്ക് കൂടെ നിൽക്കണം. മാത്രമല്ല, പാർട്ടിയോട് വളരെ വിധേയത്വമുള്ള, നേതാക്കളോട് അടിമ മനോഭാവമുള്ളവരായിരിക്കും പലപ്പോഴും NGO അസോസിയേഷൻ പോലുള്ള സംഘടനകളുടെ നേതാക്കൾ. അവർക്ക് കോടികൾ വിലമതിക്കുന്ന മന്ദിരങ്ങൾ തലസ്ഥാന ഹൃദയത്ത് പണിയാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. എന്നാൽ സർക്കാർ മാറിയതോടുകൂടി ഇവരുടെ സ്വഭാവം മാറി. പണിയെടുക്കാതെ ശമ്പളം വാങ്ങുക, സമരം ചെയ്യുക എന്നതായി സംഘടനകളുടെ സ്വഭാവം. CPM പരമാവധി VD സതീശനെ ടാർഗറ്റ് ചെയ്ത് ഇവിടെ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പിണറായി വിജയൻ അടക്കമുള്ള CPM നേതാക്കൾ നിരന്തരം നുണപ്രചരണം നടത്തുന്നു. സോഷ്യൽ മീഡിയയിൽ കുത്തിയിരുന്ന് സർക്കാരിൻ്റെ ഇമേജ് തകർക്കാൻ വേണ്ടി നീക്കം നടത്തുന്നു. ഇതിനോടൊപ്പം തന്നെ സകല CPM സംഘടനകളെയും തെരുവിലേക്ക് ഇറക്കിവിടുകയാണ്. SFI ആണ് ആദ്യം സമരരംഗത്തിറങ്ങിയത്. DYFI ഏതാണ്ട് 10 വർഷം കൊണ്ട് കാലഹരണപ്പെട്ട രീതിയിലായതുകൊണ്ട് ഫലപ്രദമായി അവർക്ക് ഇതുവരെ സമരം നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ദിവസങ്ങളിൽ അവർ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ നടത്തി ഊർജ്ജം വീണ്ടെടുത്ത് രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പലയിടങ്ങളിലും യുവാക്കൾക്ക് മടിയാണ് സമരരംഗത്തേക്ക് ഇറങ്ങാൻ. അതുകൊണ്ടാണ് ധൃതി പിടിച്ച DYFIയുടെ സമ്മേളനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഇതിനിടയിൽ DYFI ചെറിയ സമരങ്ങളൊക്കെ നടത്തി നോക്കി. ആ സമരങ്ങളൊക്കെ പൊളിഞ്ഞുപോയി. 1 ആളെ കിട്ടാനില്ല, 2 നാട്ടുകാർ കൂവിയോടിക്കുകയാണ്. ഇപ്പം കാലടി പാലം ഉടനടി പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ഇവന്മാർ സമരം നടത്തി. ഓർക്കണം, വർഷങ്ങളായി പിണറായി ഭരണകാലത്ത് നശിപ്പിച്ചിട്ടിരുന്ന കാലടി പാലം. അതുകൊണ്ട് ഒരുപാട് പ്രതിസന്ധിയുണ്ട്. കാരണം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് തെക്കുനിന്ന് പോകുന്നവരൊക്കെ ഈ കാലടി പാലം വഴി പോയി കുടുങ്ങിക്കിടന്ന് വിമാനം നഷ്ടപ്പെടാറുണ്ട്. ഒരക്ഷരം അവരത് മിണ്ടിയില്ല. ഭരണം കൊണ്ട് മാറിയ ഉടനെ കാലടി പാലത്തിൻ്റെ പണി തീർക്കണമെന്ന് പറഞ്ഞ് അവർ ബഹളം വെച്ചു. നോക്കുക അവരുടെ അവസ്ഥ. അതിൻ്റെ അടിയിലൊക്കെ കമൻറ്റ് കണ്ടാൽ പെറ്റതള്ള സഹിക്കില്ല. കഴിഞ്ഞ 10 വർഷം നീയൊക്കെ എവിടെയായിരുന്നു? പച്ചയ്ക്ക് പറഞ്ഞ് എവിടെയായിരുന്നു ഡാഷിൻ്റെ മക്കളെ? ഇവർ ഇനി എന്ത് തന്നെ കാണിച്ചാലും ജനങ്ങൾ ഇവരിൽ നിന്നും അകന്നുപോയി. അമ്മാതിരി കളിയല്ലേ 10 വർഷം നടത്തിയത്? 10 വർഷം കൊണ്ട് പണി തീരാത്ത പാലം. കൊലത്തീറ്റി കഴിഞ്ഞ് പോയിട്ട് മാസം തികഞ്ഞില്ല. കാലടിയോട് എന്താ പ്രേമം? കഴിഞ്ഞ 10 കൊല്ലം എവിടെയായിരുന്നില്ല കോമാളിയുടെ? എടാ, നീയൊക്കെ മനുഷ്യരാണോ? ഇത്തരത്തിലുള്ള തെറിവിളികളാണ്, ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത തെറിവിളികളാണ്. ഇതാണ് DYFIയുടെ അവസ്ഥ. എന്നാൽ ഉഷാറോടുകൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് NGO യൂണിയനാണ്. NGO യൂണിയൻ, ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഗസറ്റ് അസോസിയേഷനും ഒക്കെ രംഗത്ത് വന്നിരിക്കുക. അവരുടെ ആവശ്യങ്ങൾ വിചിത്രമാണ്. അവർക്ക് പിണറായി സർക്കാർ പ്രഖ്യാപിച്ച ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണം എന്നാണ് ശമ്പളം പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്. അതുവരെ
ശമ്പള പരിഷ്കരണത്തിന് ഒരുക്കമായിരുന്നില്ല. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിച്ചു. ഉത്തരവാദിത്വം ആർക്കുമില്ലല്ലോ. ആ ഉത്തരവാദിത്വം പുതിയ സർക്കാരിന്റെ തലയിൽ വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ ബാധ്യത അത് നടപ്പിലാക്കണം. മാത്രമല്ല ഇവർക്ക് വർഷങ്ങളായി DA കുടിശ്ശിക, ഏതാണ്ട് 2020 മുതൽ DA കുടിശ്ശിക. അതായത് ഈ ശമ്പള വർധനവ് വൈകുമ്പോൾ DA കൂടിക്കൊണ്ടിരിക്കും. ഈ DA ഇവർക്ക് കൊടുക്കുന്നേയില്ല. 30,000-ലധികം കോടി രൂപയാണ് DA കുടിശ്ശിക. അത് വേണം. അതുപോലെ സർക്കാർ മാറുമ്പോൾ ട്രാൻസ്ഫർ ഉണ്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ഞങ്ങൾ എവിടെ ഇരുന്നോ ഇരുന്നിടത്ത് തന്നെ ഇരിക്കണം. അങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ ഇന്നലെ വലിയ തോതിൽ സമരം നടത്തി. അവർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നു, ധർണ നടത്തുന്നു. വലിയ ബഹളമാണ്. മഴയത്താണ് കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. ഇവരെ എന്ത് ചെയ്യണം? നാട്ടുകാരുടെ തെറിയാണ്. എനിക്ക് ഒരാൾ അയച്ച സന്ദേശം കേൾക്കുക. ഷാജിന് ഈ ഒരു വിഷയത്തെ പറ്റി ഒരു വീഡിയോ ഇടണേ. ഇതാണെങ്കിൽ NGO യൂണിയൻ നടത്തിയ മാർച്ചും ധർണയുമെല്ലാം. കേരളമാണെങ്കിൽ ഇപ്പം ഈ പ്രളയം മൂലം ഇത് ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോഴാണ് ഇവന്മാര് റോഡും എല്ലാം കയ്യേറി ഇങ്ങനെ ഇത് ധർണയും മാർച്ചും ഒക്കെ നടത്തിയിരിക്കുന്നത്. ഇവന്മാരെ ആണെങ്കിൽ ഒന്നീ വെടിവെച്ചു കൊല്ലണം, അല്ലെങ്കിൽ റോഡ് റോളർ കയറ്റി തീർക്കണം. അതാണ് ചെയ്യേണ്ടത്. കാരണം ജനങ്ങൾ വിട്ടിരുന്ന് കഷ്ടപ്പെടുകയാണ്. അതിനിടയ്ക്കാണ് ഇവന്മാരുടെ മാർച്ചും കോപ്പും എല്ലാം. എന്തായാലും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടാൽ നല്ലതായിരുന്നു. ഈ ഒരു വികാരം സാധാരണ മനുഷ്യർക്കുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ വെള്ളപ്പൊക്കമാണ്, പ്രളയമാണ്, മനുഷ്യർ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവിടെ പോയി പണിയെടുക്കണം. ഈ ഉദ്യോഗസ്ഥന്മാർ പണിയെടുത്താൽ മാത്രമേ ദുരിതാശ്വാസ ക്യാമ്പുകൾ മുമ്പോട്ട് പോകാൻ പറ്റൂ. മനഃപൂർവ്വം ഇവർ ഈ സമരം നടന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രശ്നത്തിലാകാൻ ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്യേണ്ടത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ വികാരം ഇവർക്കെതിരാണ്. ഇവർക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇവർ സർക്കാരിനെ ശ്വാസം പൊട്ടിക്കാൻ വേണ്ടി രംഗത്തിറങ്ങി. നാട്ടുകാരുടെ തിരികെ അവർക്ക് വിഷയമേ അല്ല. VD സതീശൻ അതുകൊണ്ട് കണക്കിന് കൊടുത്തിരുന്നു. ട്രാൻസ്ഫർ ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങൾ 10 വർഷം തിരുവാതിര കളിച്ച് നടക്കുന്നില്ലേ, എന്നിട്ട് ഇപ്പോഴെന്താ എന്ന് ചോദിച്ച് സതീശൻ രംഗത്ത് വന്നത് വെറുതെയല്ല. ഞാൻ ഇങ്ങനെ ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടീസ് കണ്ടു. ഇവിടുത്തെ നിങ്ങളുടെ വേറെ സംഘടന ഇത്രയും തമാശക്കാർ സെക്രട്ടേറിയറ്റിലുണ്ടെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. എന്തൊരു പൊട്ടി ചിരിച്ചു പോകും നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ. എന്താ ഇവരുടെ ഒരു തൊലിക്കെട്ടി എന്ന് ആലോചിക്കണം. ഇത് ഇങ്ങനെ പറയാൻ ഇവരൊക്കെ എവിടെയായിരുന്നു കഴിഞ്ഞ 10 കൊല്ലക്കാലം? മറ്റേതായിരുന്നു പരിപാടി. ഏത് സ്തുതിപാഠക സംഘമായിട്ട് മറ്റേയൊക്കെ പറഞ്ഞ് ചീത്തയാക്കാൻ വേണ്ടിയിട്ട് നടക്കുമായിരുന്നു. എന്നെ അങ്ങനെ പറഞ്ഞതിൻ്റെ സ്വഭാവം. തിരുവാതിര കളി, കാരണഭൂതൻ, മറ്റത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏതായാലും അതിലൊന്നും വരില്ല. ഇതായിരുന്നു പരിപാടി. അത് നടത്തിയിരുന്ന ആളുകൾ ഇപ്പൊ സമരം ചെയ്യാൻ ഇറങ്ങിയേക്കുക. സമരം നമ്മളൊന്നും ഇരുന്നേള്ളു. അതിനു മുമ്പ് സമരം ചെയ്യാണ്. എന്തിനാണ്? അവര് ചെയ്യാത്ത കാര്യങ്ങൾ, 10 കൊല്ലം ചെയ്യാത്ത കാര്യങ്ങൾ ഈ 2 മാസത്തിലാണ് നമ്മൾ ചെയ്യാത്തത്. അതിനെ സമ്മതിക്കണ്ടേ? പിന്നെ പറയാം സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളുടെ യോഗത്തിൽ, പണ്ട് നമ്മളിതൊക്കെ മറന്നുപോയി. അധികാരം കിട്ടിക്കഴിയുമ്പോൾ നമ്മളൊന്നും മറക്കില്ല. ഓർത്ത് വെച്ചേക്കും. ആരും ഉപദ്രവിക്കൊന്നുമില്ല. പക്ഷേ സ്ഥലം മാറ്റമൊക്കെ ഉണ്ടാവും. റെഡി ആയിട്ടിരുന്നാൽ മതി എല്ലാവരും ആവശ്യത്തിന്. ഇതൊന്നും അവർക്ക് വിഷയമേ അല്ല എന്നതാണ് സത്യം. ദിവ്യ റാം എന്ന് പറയുന്ന ഒരു NGO യൂണിയൻ നേതാവ് ജീവനക്കാർക്കെതിരെ മുഖ്യമന്ത്രി പ്രസ്താവന പിൻവലിക്കുക. അടിയിലെ കമന്റ് കാണണം. ഇടത് ജീവനക്കാർക്ക് കരുണാമയ തിരുവാതിരയോ കാരണഭൂത കുമ്മിയോ നടത്തി ജീവിക്കരുതോ? പ്രതിപക്ഷ നേതാവിനെ സൂചിപ്പിക്കുന്ന സമാനതയോട് പോയി പണി നോക്കെ. NGO യൂണിയന്റെ അവസരവാദ നിലപാട് തുറന്നു കാണിച്ച് മുഖ്യമന്ത്രിക്ക് അനുമോദനങ്ങൾ. ശമ്പളം പിടിക്കാൻ ഏകപക്ഷീയ തീരുമാനമെടുത്ത സർക്കാരിനെതിരെ ഉത്തരവ് കത്തിച്ച് പ്രതിഷേധ ജീവനക്കാരെ വൈറ്റ് കോളർ ഭീകരർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ഇടതുപക്ഷം അത് കേട്ട് ഇപ്പോഴില്ലെങ്കിൽ എപ്പോൾ എന്ന് ചിന്തിക്കാതെ മൗനസമ്മതം മൂലിയ യൂണിയൻ ഇപ്പോഴിങ്ങനെ വികാരഭിക്ഷേപം കൊള്ളാൻ തക്ക എന്ത് പ്രസ്താവനയാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്നൊന്ന് വിശദീകരിക്കാമോ? കഴിഞ്ഞ 10 കൊല്ലം വാഴ്ത്തുപാട്ടും കൈകുട്ടിക്കളിയും തിരുവാതിരയുമായിരുന്നു ഞങ്ങളുടെ ജോലി. 2014 ശമ്പള പരിഷ്കരണം DA അരിയൻസ് കൊടുക്കാതെ പോയ സർക്കാരിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടാതെ യൂണിയൻ ശക്തി പ്രഖ്യാപിച്ച സന്തോഷം അടുത്ത 5 വർഷം കൊടിയും പിടിച്ചു നടക്കൂ. ഇതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് ഓർക്കണം. ഇതിൽ മോശമായ ജീവനക്കാരെ പലതവണ മുൻ മുഖ്യമന്ത്രി അധിക്ഷേപം ചൊരിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? അദ്ദേഹം ട്രാൻസ്ഫർ വിഷയമാണ് പറഞ്ഞത്. അതിലെന്താ തെറ്റുള്ളത്? LDF ഭരിക്കുമ്പോൾ ഓഫീസ് മേധാവിയേക്കാൾ വലുതായിരുന്നല്ലോ NGO യൂണിയൻ ബ്രാഞ്ച് സെക്രട്ടറി. അന്ന് അടിമകളെ പോലെ ന്യായീകരിക്കാൻ മത്സരമായിരുന്നല്ലോ. അന്ന് ഞങ്ങളുടെ ഭരണകാലത്ത് ട്രാൻസ്ഫർ നിരോധനം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊപ്പം അല്ലാതെ ആളുകളെ മുഴുവൻ നിങ്ങൾ മനുഷ്യത്വം പോലും നോക്കാതെ ട്രാൻസ്ഫർ ചെയ്ത് തട്ടിക്കളിച്ചപ്പോൾ തോന്നാത്ത മനുഷ്യത്വം ഇപ്പോൾ എവിടെ നിന്ന് വന്നു? DA ജീവനക്കാരുടെ അവകാശമല്ല എന്ന് പറഞ്ഞ സർക്കാർ നമുക്കുണ്ടായിരുന്നു. ഇനി നിങ്ങളുടെ പഴയ കളി നടത്തില്ല. മര്യാദയ്ക്ക് പണി ചെയ്ത് പെൻഷൻ മേടിച്ച് കഴിഞ്ഞുകൂടാണ് പണി നോക്കെ. ജനം നേരിട്ട് തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രിയാ, ഓർത്തിരുന്നു. ജനം തെരുവിൽ തടയും, മറക്കേണ്ട. 3 മാസം കൊണ്ട് എല്ലാം വേണം അല്ലേ? 10 ഏത് ഡാഷിലായിരുന്നു ബ്യൂറോക്രാറ്റുകളെ. സർക്കാർ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ തെറിവിളിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി പോസ്റ്റുകൾ, എല്ലാ നേതാക്കന്മാരുടെയും പോസ്റ്റുകൾക്കടിയിൽ തെറിവിളികളാണ്. ഇതുപോലെ ഗതികെട്ട അവസ്ഥ ഇടത് യൂണിയനുകൾക്ക് ഉണ്ടാവാനില്ല. കാരണം അവർ സമരം പ്രഖ്യാപിച്ച് സ്വയം നാറിയിരിക്കുകയാണ്. ജനപിന്തുണ ലെവലേശമില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ജനങ്ങൾ തെരുവിലിറങ്ങി കൈകാര്യം ചെയ്യുമെന്ന് ഭയമാണ്.
ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അലട്ടുന്നത്.